ഷബീർ ഒമർ ചേരുന്നു നമ്മോടൊപ്പം. ഷബീർ, യഥാർത്ഥത്തിൽ ഒരു ഘട്ടം എത്തിയപ്പോൾ പി.വി. അൻവർ UDF-ൽ ഇല്ല, അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു എന്നൊരു ഘട്ടം എത്തിയപ്പോൾ എല്ലാവരും കണക്കാക്കിയത് UDF-ന് വലിയ ഭീഷണിയായി കഴിഞ്ഞു എന്നതാണ്. എന്നാൽ അതിപ്പോൾ മാറുക മാത്രമല്ല, രണ്ട് രീതിയിൽ സംഭവിച്ചിരിക്കുന്നു. പി.വി. അൻവർ സ്വന്തം നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വോട്ടുകൾ പിടിച്ചിരിക്കുന്നു, അദ്ദേഹത്തെ അവഗണിക്കാൻ കഴിയാത്ത നിലയിലേക്ക് അദ്ദേഹം എത്തിച്ചിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് സതീശനും സ്വന്തം നിലയ്ക്ക് വിജയിക്കുമെന്ന് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. അതായത് സതീശനും പി.വി. അൻവറും രണ്ടുപേരും ഒരുപോലെ വിജയിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് എന്തായിരിക്കാം സംഭവിക്കുക? പ്രമോദ്, തീർച്ചയായും ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ പി.വി. അൻവറും ഇക്കാര്യത്തിൽ നേരത്തെയുള്ള നിലപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. വി.ഡി. സതീശൻ നേതൃത്വം നൽകുന്ന UDF-ന്റെ ഭാഗമാകാൻ താനില്ല എന്നായിരുന്നു പി.വി. അൻവർ നേരത്തെ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തുന്നു, ഈ പ്രചാരണ ഘട്ടത്തിലെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞത് വി.ഡി. സതീശനെ കടന്നാക്രമിക്കുന്ന നിലപാടായിരുന്നു പി.വി. അൻവർ സ്വീകരിച്ചതെങ്കിൽ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അദ്ദേഹം കൃത്യമായി കാര്യം പറയുന്നു. അതായത് വി.ഡി. സതീശനോട് വ്യക്തിപരമായ പ്രശ്നമില്ല. ഈ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ, ചില വീഴ്ചകൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം മാത്രമേ അദ്ദേഹത്തോടുള്ള, ഒരു വിരോധം മാത്രമേ അദ്ദേഹത്തോടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം തന്നെ UDF സഹകരണവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യത്തിന് പി.വി. അൻവർ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ പിണറായി സത്ത് തോൽപ്പിക്കാൻ 2026 തെരഞ്ഞെടുപ്പിൽ പിണറായി സത്ത് തോൽപ്പിക്കാൻ പരമാവധി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം, അങ്ങനെയെങ്കിൽ വലിയ വിജയം നേടാൻ കഴിയുമെന്നും പി.വി. അൻവർ പറയുന്നു. അതിനർത്ഥം താൻ സഹകരിക്കാൻ തയ്യാറാണ്, ഉപാധികളില്ലാതെ സഹകരിക്കാൻ തയ്യാറാണ് പിണറായി സത്തെ തോൽപ്പിക്കാൻ. ഒപ്പം തന്നെ മന്ത്രി റിയാസിന്റെ നടപടികളെ ചോദ്യം ചെയ്യാൻ ഉപാധികളില്ലാതെ താൻ സഹകരിക്കാൻ തയ്യാറാണെന്ന് കൂടി പി.വി. അൻവർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ പി.വി. അൻവർ അവകാശപ്പെടുന്നത് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് കൂടി മനസ്സിലാക്കുന്നത്, അതായത് പി.വി. അൻവർ പിടിച്ചത് 20,000-ഓളം വോട്ടാണ്, 19,760 ചില്ലാൻ വോട്ടാണ് പി.വി. അൻവർ പിടിച്ചത്. ഈ വോട്ടുകൾ കൂടി ചേരുകയാണെങ്കിൽ അത് വലിയ തരത്തിൽ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ട് എന്ന സന്ദേശം വോട്ടർമാർക്ക് നൽകുമായിരുന്നു. അത് 2026 തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നോട്ട് പോകാൻ UDF-നും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കഴിയുമായിരുന്നു എന്നാണ് പി.വി. അൻവർ പറയുന്നത്. ആ നിലയ്ക്കുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഇല്ലാതായത്. തനിക്ക് ലഭിച്ച വോട്ടുകൾ പൂർണ്ണമായും അല്ലെങ്കിൽ അതിലെ ഭൂരിപക്ഷം വോട്ടുകളും സർക്കാർ വിരുദ്ധ വോട്ടുകൾ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വോട്ടുകളാണ്. അത് UDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ടതായിരുന്നു. അത് കൂടി ചേരുകയാണെങ്കിൽ ഈ ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷമാകുമായിരുന്നു, അത് ചരിത്ര ഭൂരിപക്ഷമാകുമായിരുന്നു. ഒപ്പം തന്നെ പി.വി. അൻവർ ഉയർത്തിയ മറ്റൊരു പ്രശ്നം, ഇന്നലെ രാത്രിയാണ് അദ്ദേഹം ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. അതായത് ഈ മണ്ഡലത്തിൽ 10,000-ഓളം UDF-ലേക്ക് ലഭിക്കേണ്ട വോട്ടുകൾ LDF സ്ഥാനാർത്ഥി സ്വരാജിലേക്ക് പോയിട്ടുണ്ട്. ആ നിലപാടിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ആ വോട്ടുകൾ പോയിട്ടുണ്ട്. സ്വരാജ് അത്രയും വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടിയിരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് രക്ഷയായി ഇത്രയും വോട്ടുകൾ ലഭിച്ചത്. ഇല്ല എങ്കിൽ ഇത് വലിയ തരത്തിൽ സർക്കാരിനെതിരെ ജനത്തിന്റെ മറുപടിയായേനെ എന്നാണ് പി.വി. അൻവറിന്റെ വാദം. എന്തായാലും പി.വി. അൻവർ UDF-മായി സഹകരിക്കാൻ തയ്യാറാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് പോകാൻ തങ്ങളും തയ്യാറാണ് എന്ന് UDF നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് ലീഡ് എടുക്കുന്ന ഘട്ടത്തിൽ ആദ്യം പ്രതികരിച്ചത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ്. അദ്ദേഹം കൃത്യമായി തന്നെ പി.വി. അൻവറിന് മുന്നിൽ വാതിൽ അടച്ചിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷം KC വേണുഗോപാൽ പറയുന്നു പി.വി. അൻവർ ഒരു ഫാക്ടറാണെന്ന് പറയുന്ന നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ വരുന്നു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം പ്രതിപക്ഷ നേതാവ് പി.വി. അൻവറിന്റെ വോട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം ഏതു പക്ഷത്തു നിന്നുള്ളതാണ് എന്നതിലുപരി അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളോട് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് വെച്ചാൽ വളരെ പ്രായോഗികമായ ജനകീയ വിഷയങ്ങളോടുള്ള ഒരു പ്രതികരണമായിട്ട് കാണാൻ ഇവർ തയ്യാറാവുന്നുണ്ടോ? കാരണം ആ വിഷയത്തോട് താല്പര്യമില്ലാത്ത ആളുകൾ ഏത് പക്ഷത്താണെങ്കിലും ഒരിക്കലും അൻവറിനെ പിന്തുണയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ചോദ്യം ആവർത്തിക്കാമോ? അതായത് ഷബീർ, ഞാൻ ചോദിച്ചത് ഇത് ഏത് പക്ഷത്തു നിന്നുള്ള വോട്ടുകൾ എന്നതിലുപരി അൻവർ ഉയർത്തിപ്പിടിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ജനകീയ വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങൾക്കുള്ള പിന്തുണയാണ് കിട്ടിയത് എന്ന് LDF UDF കക്ഷികൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് UDF-ന് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? തീർച്ചയായും UDF അത്തരമൊരു വിലയിരുത്തലിലേക്ക് പോകും. LDF-ന് ആ ഒരു വിലയിരുത്തൽ ഉണ്ടാകില്ല. അവർ ആ നിലയ്ക്കുള്ള ഒരു വിലയിരുത്തലിലേക്ക് കടക്കാൻ സാധ്യതയില്ല സ്വാഭാവികമായി. പക്ഷേ UDF ആ നിലയ്ക്കൊരു വിലയിരുത്തലിലേക്ക് പോകും. അതിന് സാധൂകരിക്കുന്ന ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പി.വി. അൻവർ നടത്തി. അതായത് ഇതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പാണ് ചേലക്കര മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ്. ആ മണ്ഡലത്തിൽ പി.വി. അൻവറിന്റെ സ്ഥാനാർത്ഥി, അന്ന് DMK ആണ്, DMK-യുടെ സ്ഥാനാർത്ഥി പി.വി. അൻവർ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി മത്സരിച്ചു. അന്ന് 4,000 വോട്ടാണ് നേടാൻ കഴിഞ്ഞത്. പക്ഷേ പി.വി. അൻവർ പറയുന്നത് ആ 4,000 വോട്ടിന് പിന്നിൽ വലിയ തരത്തിലുള്ള പ്രചാരണമുണ്ടായി. ആ 4,000 വോട്ടിനുള്ള പ്രചാരണമല്ല,
മാത്രമല്ല, പക്ഷേ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ താൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ജനത്തെ ബോധിപ്പിക്കാൻ കഴിഞ്ഞു. ആ നിലയ്ക്കുള്ള പ്രചാരണം അവിടെയുണ്ട്. അതേ നിലയ്ക്ക് നിലമ്പൂരിലും തൻ്റെ സാന്നിധ്യം, താൻ ഉയർത്തിയ പ്രശ്നങ്ങൾ, സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് പി വി അൻവർ ആരോപിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതാണ് ഇത്രയും വോട്ടായി മാറിയത്. തനിക്ക് കിട്ടിയ 20,000 വോട്ട് മാത്രമല്ല, UDF അനുകൂലമായി പോകുന്നതും അത്തരം വോട്ടുകളാണ്. പ്രത്യേകിച്ച് പി വി അൻവറിന് നേരത്തെ അവകാശപ്പെട്ടിരുന്ന വലിയ തരത്തിലുള്ള വോട്ടുകൾ ലഭിക്കുമെന്നാണ് അദ്ദേഹം അതിൽ ഒരു അനൗദ്യോഗികമായ ഒരു വിശദീകരണം നൽകുന്നത്. അദ്ദേഹം പറയുന്നത് ജയിക്കാനുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുക അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് കുറെ കൂടി വോട്ടുകൾ UDF-ലേക്ക് പോയത്. അതിന് കാരണക്കാരൻ താനാണ്. താൻ ഉയർത്തിയ വിഷയങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരമാണ് UDF-ന്റെ ഈ വിജയം ആവർത്തിക്കാൻ കഴിയും. താൻ ഉയർത്തിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പി വി അൻവർ പറയുന്നത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് അദ്ദേഹം ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. മലയോര മേഖല കേന്ദ്രീകരിച്ച്, കോഴിക്കോട്ടെയും മലപ്പുറത്തെയും നിലമ്പൂർ ഉൾപ്പെടെയുള്ള മലയോര മേഖല കേന്ദ്രീകരിച്ച് ഒരു പുതിയ ജില്ലാ രൂപീകരണം വേണം. അത് നേരത്തെ അദ്ദേഹം പറഞ്ഞ, ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം കൃത്യമായി അദ്ദേഹം ഊന്നി പറയുന്ന ഒരു കാര്യം അതാണ്. അതിന് UDF പരിഗണന കൊടുക്കണം. UDF തമ്മിൽ ബന്ധപ്പെട്ട് 2026 പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ അത്രയും ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും. ഈ സർക്കാരിനെതിരെ വലിയ തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കാൻ സർക്കാരിന് താഴെ ഇറക്കാൻ കഴിയുമെന്നാണ് പി വി അൻവർ പറയുന്നത്. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് താൻ ഉയർത്തിയ വിഷയങ്ങൾക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതാണ് വോട്ടർമാർ UDF സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വോട്ടായി വിവരങ്ങൾ നൽകിയത്.